ഹലോ നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് വോയിസ് ഓവർ ഇട്ടിട്ടില്ല, വീഡിയോസൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ലവ് യു ഓൾ. അതെനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തന്നെയാണ് പിന്നെ വീഡിയോ ചെയ്യാനേ. മാത്രമല്ല, ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, നമ്മളെ അന്വേഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷമുള്ള കാര്യമില്ലേ. അപ്പോൾ അങ്ങനെ ഇത് സിത്താരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള സ്ട്രോബെറി കേക്കാണ്. സ്ട്രോബെറി ക്രീം ഫില്ലിംഗ് ആയി കൊടുത്തിട്ടുള്ളത്. സിത്താര ലക്ഷദ്വീപിലാണ്. സിത്താരയുടെ നെഫ്യൂൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊച്ചിയിലാണ് അവർ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇത്. എൻ്റെ നാടും ലക്ഷദ്വീപും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയ പോട്ടുണ്ട്. അവിടെ എപ്പോഴും ലക്ഷദ്വീപിലേക്ക് സാധനങ്ങൾ അയക്കുന്ന കപ്പൽ, കുഞ്ഞു കുഞ്ഞു കപ്പലുകൾ ഇടയ്ക്ക് വരാറുണ്ട്. അല്ലാതെ പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യുന്ന ഷിപ്പും വരാറുണ്ട് കേട്ടോ. പക്ഷേ കുഞ്ഞു കപ്പലുകളാണ്, കാരണം ചെറിയ പോർട്ടാണ്. അങ്ങനെ. പിന്നെ മാത്രമല്ല, നമ്മുടെ ആ ഏരിയയിൽ എത്രയോ ലക്ഷദ്വീപുകാർ താമസിക്കുന്നുണ്ട്. അവിടുത്തെ കോളേജുകളിലൊക്കെ ഒരുപാട് ലക്ഷദ്വീപ് സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ ഇവിടെ എങ്ങനെയാണോ, കൊച്ചിയിൽ എങ്ങനെയാണോ, അതേമാതിരി തന്നെ കാലിക്കറ്റിലും ലക്ഷദ്വീപുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, അവരോടൊക്കെ എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ഇവർ ഏത് ദ്വീപിലെ ആൾക്കാരാണെങ്കിലും ഭയങ്കര പാവങ്ങളാണ്, ഭയങ്കര ഇന്നസെൻറ്റ് ആൻഡ് സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഷെറിൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കാര്യം ഞാൻ മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഷെറിൻ പെട്ടെന്നാണ് എനിക്ക് കേക്കിന് ഓർഡർ പ്ലേസ് ചെയ്തത്, ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ രാത്രിയിലേക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തപ്പോൾ രാത്രി ഞാൻ പിന്നെയും വർക്ക് ചെയ്യുന്ന കാരണം ഞാൻ താഴെ പോയില്ല. കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും മോളും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എനിക്കൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ മോളിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ശംഖ് പോലത്തെ 2 ഷെല്ല്. എന്നിട്ട് ഞാനെപ്പോഴും വീഡിയോ കാണാറുണ്ട്, ഇങ്ങനെ അമ്മയെ കാണും എന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു എന്നൊക്കെ മോളോട് പറഞ്ഞത്രേ. അതിനുശേഷം ഒരു ദിവസം വീണ്ടും ഷെറിൻ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പം നേരിട്ട് കാണാൻ പറ്റിയിട്ടോ. അന്നിങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന ആളെയും കൂടെ കാണേണ്ട ഒരാഗ്രഹം ആൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടപ്പോൾ. അപ്പോൾ സെക്കൻഡ് ടൈം വന്നപ്പോൾ ഞാൻ നേരിട്ട് തന്നെ പോയിട്ടാണ് കണ്ടത്. അങ്ങനെ കേക്കുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള കുറച്ച് ലക്ഷദ്വീപ് ഫാമിലീസ് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരുപോലെ പാവങ്ങളാണ്, ഭയങ്കര പാവം മനുഷ്യർ. ഒരു നാട് മുഴുവൻ ഇത്രയും പാവം പിടിച്ച മനുഷ്യരുണ്ടാവും എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും വിചാരിക്കാറുള്ളത്, ആ ഒരു നാടിൻ്റെ ഭംഗി പോലെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ നാളെ. ഇനി എല്ലാ ദിവസവും തുടർച്ചയായിട്ട് തന്നെ വീഡിയോ ചെയ്യണം തന്നെ വിചാരിക്കണേ. അപ്പോൾ ഒന്നുകൂടെ എന്നെ അന്വേഷിച്ച് എന്നെപ്പറ്റി വറി ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹം.